Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആണ്. സോ നമ്മൾ നല്ല രീതിയിൽ കോച്ചിങ്ങും അതുപോലെ തന്നെ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ചെയ്തതാണ്. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. ബട്ട് എക്സാമിന് ശേഷം ഒരുപാട് കുട്ടികൾ എനിക്ക് തന്നിട്ടുള്ള ഫീഡ്ബാക്ക്, നമ്പർ 1 എക്സാം ടഫായിരുന്നു, നമ്പർ 2 എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് നമ്മൾ ഇതിനേക്കാൾ മുമ്പ് കണ്ട ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലുള്ള പാറ്റേൺ അല്ല വന്നിട്ടുള്ളത്. തിയറി വളരെ കുറഞ്ഞു, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ആണ് വന്നത്. ദെൻ ഇട്ട പ്രോബ്ലം തന്നെ അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. സോ വിത്തിൻ 3 hours കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം. പ്രോബ്ലംസ് കൂടി എന്നുള്ളതാണ്, തിയറി വളരെ കുറഞ്ഞു. ദെൻ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തീരെ ഇട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ആദ്യം തന്നെ പറയുകയാണ്. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത്, എല്ലാ പ്രാവശ്യവും എക്സാമിന്, ഓരോ സെമസ്റ്ററിലെ എക്സാമിന് 5 പേപ്പറിൽ ഒരു പേപ്പർ, ഒരു ടഫായിട്ടുള്ള പേപ്പർ വരാറുണ്ട്. സോ ഇപ്രാവശ്യം ഇൻകം ടാക്സ് ആണ് ആ ഒരു പേപ്പർ എന്നാണ് നമ്മൾ തോന്നുന്നത്. ദെൻ FM-ലാണെങ്കിലും പാറ്റേണിലൊരു മാറ്റം വന്നിട്ടായിരുന്നു, പ്രോബ്ലംസ് കൂടുതൽ വന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ പേപ്പറിലും പ്രോബ്ലംസ് കൂടി, അതും ലെങ്തി പ്രോബ്ലംസ് വന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 3 മണിക്കൂർ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. ബട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, എക്സാം ടഫായിട്ടുണ്ടെങ്കിൽ വാല്യുവേഷൻ അതനുസരിച്ച് ലിബറൽ ആവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ എക്സാം ടഫായല്ലോ, ഇതാലോചിച്ച് നിങ്ങളുടെ സമയം കളയരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേപ്പർ ടഫാണെങ്കിലും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു പോരാ, വാല്യുവേഷൻ ലിബറൽ ആവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. സോ കഴിഞ്ഞ എക്സാമിനെ ആലോചിച്ച് നിങ്ങൾ ഉള്ള സമയം കളയരുത്. ഇനി വരാൻ പോകുന്ന എക്സാംസിലോട്ട് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് ആദ്യം പറയാനുള്ളൊരു കാര്യം. ഓക്കെ, സോ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആൻസറും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള സമയം വേസ്റ്റ് ചെയ്യരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന എക്സാംസ് അടുപ്പിച്ചാണ്, അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം കേട്ടോ. സോ പാർട്ട് എയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം ഒരെണ്ണം ഇട്ടു എന്നുള്ളതാണ്. റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ആ കൂടി ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ, 2-3 ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നതുണ്ട്. സോ നമ്പർ 1, വാട്ട് ഈസ് ഇൻഡെക്സേഷൻ? അത് ഈസിയാണ്, ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഉള്ളൊരു ടോപ്പിക്കാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്, എല്ലാവർക്കും എഴുതാൻ സാധിച്ചിട്ടുള്ളതാണ്. ദെൻ ആനുവൽ അക്രീഷൻ എന്താണ്? ദെൻ ടാക്സ് മാനേജ്മെൻറ്റ് എന്താണ്? ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെൻറ്റ്, ഇവേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചതാണ്, അതാണ് മറ്റൊരു തിയറി ചോദ്യം. ദെൻ പ്രോഫിറ്റ് ഇൻ ലിയോ ഓഫ് സാലറി എന്താണ്? കുഴപ്പമില്ല. ദെൻ എനി 4 items നോട്ട് ചാർജബിൾ ടു ഇൻകം ടാക്സ്, എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? ദെൻ വട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ സെൽഫ് അസസ്മെൻറ്റ്, റിപ്പീറ്റ് ചോദ്യം. പിന്നെ ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്, പ്രീതം ഹാസ് ടു പേ 50,000 അഡ്വാൻസ് ടാക്സ് ഡ്യൂറിങ് ഫിനാൻഷ്യൽ ഇയർ 2022-23. ഷീ ഡിപ്പോസിറ്റഡ് 12,500 2022-10 ആസ് അഡ്വാൻസ് ടാക്സ്. എക്സ്പ്ലെയിൻ ഹൗ മച്ച് ആൻഡ് ഓൺ വാട്ട് ഡേറ്റ്സ് ഷീ ഹാസ് ടു പേ ദി ബാലൻസ് എമൗണ്ട്, ഇതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 6 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം കിട്ടാൻ വലിയ കുഴപ്പമില്ല. എസ്പെഷ്യലി മെജോറിറ്റി കുട്ടികൾ എഴുതിയിട്ടുള്ളത് ഇൻഡെക്സേഷൻ, ടാക്സ് മാനേജ്മെൻറ്റ്, പ്രോഫിറ്റ് ഇൻ ലിയോ ഓഫ് സാലറി, സെൽഫ് അസസ്മെൻറ്റ്. ഈ ചോദ്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതിയിട്ടുള്ളത്. മൂവിങ് ടു പാർട്ട് ബി. പാർട്ട് ബിയിലോട്ട് വരുമ്പോഴാണ് മൊത്തം ഇട്ടിട്ടുള്ളത് പ്രോബ്ലംസ് ആണ്. ഒരൊറ്റ തിയറിയാണ് ഇട്ടിട്ടുള്ളത്. സാധാരണ 4 തിയറി 3 പ്രോബ്ലംസ്, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വരാറ്. സോ ആകെ മാറി. സോ ഇതിൽ ആദ്യത്തെ AMT ആണ്, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്, റൂൾസ് വിത്ത് റിഗാർഡ് ടു ദി ആപ്ലിക്കബിലിറ്റി ഓഫ് AMT. ഇപ്പോൾ AMTയുടെ കൺസെപ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഓൺലൈൻ ബാച്ചിലൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതാണ് ഒരു തിയറി ആയിട്ട് വന്നിട്ടുള്ളത് ആദ്യത്തെ. ദെൻ നമ്പർ 2, രണ്ടാമത് വന്നിട്ടുള്ളത് ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. മെൻഹാജൻ എംപ്ലോയിഡ് ഇൻ എ കമ്പനി, ആൾ റിട്ടയർ ചെയ്തിട്ടുണ്ട്, ആളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലമാണ്, വലിയ കുഴപ്പമില്ലാത്തൊരു ചോദ്യമാണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 9 കേട്ടോ. സാലറി, ബേസിക് പേ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസൊക്കെ അവൈലബിൾ ആണ്, അതാണ് 9ാമത്തെ ചോദ്യം. Then question number 10,
കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ടോട്ടൽ ഇൻകം കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അത് ഈസി ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വലിയ പ്രശ്നം വരാനില്ല അതിൽ. അതർ സോഴ്സാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് പിന്നെ വരുന്നത്. ഇൻകം ഓഫ് എ ഡിസേബിൾഡ് ഇൻഡിവിജ്വൽ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2022-23 നെറ്റ് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം. അതും വലിയ പ്രോബ്ലം ഉള്ള പ്രോബ്ലംസൊന്നും അത്രത്തോളം ബുദ്ധിമുട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എഗെയിൻ ഇവിടെ ഒരു പ്രശ്നം കുട്ടികൾ പറഞ്ഞുള്ളത് പ്രോബ്ലംസിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ സമയമില്ല എന്നുള്ളതാണ്. അത് മാത്രമാണ്. പല പ്രോബ്ലംസും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ബട്ട് ടൈം പ്രോബ്ലമാണ് എല്ലാവരും ഫേസ് ചെയ്തൊരു പ്രശ്നം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13 പോണ സമയത്ത് വിരാട് എ മാനേജർ ഓഫ് എ കമ്പനിയാണ് ഫർണിഷസ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, പ്രോപ്പർട്ടിയുടെയും മറ്റു കാര്യങ്ങളും. ഇൻകം ഫ്രം സാലറി, ദെൻ കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 13. ദെൻ നെക്സ്റ്റ് എഗെയിൻ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ഇട്ടേക്കാം. ടാക്സബിൾ, ടോട്ടൽ ഇൻകം, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളത് സെയിം ടോപ്പിക് തന്നെ വീണ്ടും വീണ്ടും ഇട്ടിരിക്കുകയാണ് ചെറിയ മാറ്റങ്ങളോടുകൂടി. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു പേപ്പർ ഇട്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. കാരണം മൊഡ്യൂൾ നമ്പർ 4 നിന്ന് ഒറ്റ ചോദ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. മൊഡ്യൂൾ നമ്പർ 4 നിന്ന് ഇൻകം ടാക്സ് അതോറിറ്റി മൊത്തം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെയാണ് വിഷമം. അങ്ങനെ പേപ്പർ ഇടുമ്പോൾ ഒരു ഏരിയ പരിഗണിക്കാണ്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ ഇടുന്ന ആളുടെ പ്രശ്നമാണത്. ശരിക്കും പറഞ്ഞാൽ 5 മൊഡ്യൂളിനും പ്രോപ്പറായിട്ട് വെയിറ്റ് കൊടുക്കാണ്ട് പേപ്പർ ഇടാന്ന് പറഞ്ഞാൽ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബിയിൽ. ഇനി പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് ആദ്യത്തെ തിയറി ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേണോ അസസ്മെൻറ്റോ മാറി മാറി വരാറുണ്ടെന്നുള്ളത്. സോ വാട്ട് ഈസ് റിട്ടേൺ ഓഫ് ഇൻകം, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, ഞാൻ പറഞ്ഞൊരു ചോദ്യമാണ്. ദെൻ TDSൻ്റെ പ്രൊവിഷൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച PGBP, അതിലെ പ്രൊഫഷനാണ് ഇപ്പോൾ ചോദിച്ചത്. കഴിഞ്ഞ 2 പേപ്പറിലും വന്നിട്ടുണ്ടായിരുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ് 18ാമത്തെ ചോദ്യം. ദെൻ 17ാമത്തെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ. അപ്പോൾ ഈ ടാക്സ് ലൈബിലിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള തന്നെ ഒരുപാട് പ്രോബ്ലംസ് 3 വെയിറ്റേജിൻ്റെയിലും 5 വെയിറ്റേജിൻ്റെയിലും ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ മെജോറിറ്റി കുട്ടികൾ ചെയ്തിട്ടുള്ളത് 15ാമത്തെ തിയറി കുറേ പേര് എഴുതിയിട്ടുണ്ട്. 18ാമത്തെ പ്രോബ്ലം ഇൻകം ഫ്രം പ്രൊഫഷൻ, അത് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ്, വലിയ പ്രശ്നം എന്ന് പറയാനില്ല. ബട്ട് വലിയ ചോദ്യമാണ്, സമയം കിട്ടിയില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതാണ് ടാക്സ് പേപ്പർ വന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ അറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങളും മെജോറിറ്റി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലിബറൽ വാല്യുവേഷൻ പ്രതീക്ഷിക്കാം, വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഡോണ്ട് വറി. ദെൻ കഴിഞ്ഞ പേപ്പർ ആലോചിച്ച് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യരുത്. വരാൻ പോകുന്ന പേപ്പറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനൊരു ചേഞ്ചാണ് ഈ പ്രാവശ്യത്തെ പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള പേപ്പർ അങ്ങനെ ആവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാറ്റേണിൽ അപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ഇത്രത്തോളം ഇങ്ങനെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ സംഭവിക്കാത്തതാണ്. ദെൻ അത് മാത്രമല്ല, ചില മൊഡ്യൂൾസ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു പോയി എന്നുള്ളതാണ് പേപ്പറിൽ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു പേപ്പറിൻ്റെ റിവ്യൂ. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.